നമുക്ക് ഈ കേക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഓവൻ നല്ല ചൂടായിട്ടിരിക്കുകയാണ്, വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു കൊടുക്കാം. 40 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. 40 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് കണ്ടോ ഏകദേശം 40 മിനിറ്റ്സ് ആവാനായിട്ടുണ്ട്. അപ്പൊ അത് നല്ല നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഓവനിൽ പുറത്തെടുക്കാതെ തന്നെ ഒന്ന് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ, അത് റെഡി ആയിട്ടുണ്ട്. ഇല്ല, സെന്റർ ഭാഗത്ത് കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് 10 മിനിറ്റും കൂടെ വെക്കാം കേട്ടോ, കുറച്ചും കൂടെ ആവാനുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടില്ല എന്നാണ് അർത്ഥം കേട്ടോ. നമ്മൾ കേക്ക് നല്ല കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്യൂറിൽ ഒന്നും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് ഓന് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നതാണ്. 40 മിനിറ്റ് കറക്റ്റ് ആവുന്നതിന് മുമ്പാണ് നമ്മൾ ഓവൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ 10 മിനിറ്റും കൂടെ വെച്ചു, കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മൾ ഓവനിൽ നിന്ന് എടുത്തിട്ടുള്ള കേക്കാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ചൂടോടുകൂടെ തന്നെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുത്ത കേക്ക് ഇങ്ങനെ കിട്ടും നമുക്ക്. ഉണ്ടോ, കേക്ക് നമ്മുടെ 1 kg റെഡ് വെൽവെറ്റിന്റെ സ്പഞ്ചാണ് കേട്ടോ. അത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നല്ല സ്മൂത്ത് ആണ്, അതുപോലെ നല്ല സ്പഞ്ചിയാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ അതുപോലെ ഉണ്ട്, അറിയാൻ പറ്റുന്നില്ല. നല്ല സ്മൂത്ത് ആൻഡ് നല്ല ആയിട്ടുള്ളൊരു സ്പഞ്ചാണ്. ചൂടുള്ളത് കാരണമാണ് നേരെ കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒരു വയർ റാക്കിൽ ചൂടാറാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ 4 ഭാഗത്തേക്ക് എല്ലാ ഭാഗത്തേക്കും എയർ പുറത്ത് പോകും. നമ്മളിങ്ങനെ എയർ പുറത്ത് പോവാണ്ട് കേക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കേക്കിന് ഒരു വേറൊരു സ്മെല്ല് വരും. രാവിലെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പഞ്ച് ഇതാ ചൂടൊക്കെ ആറിയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിനൊരു 3 ലെയർ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഓക്കെ, നല്ല സോഫ്റ്റ് ആണിത്, സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കൊരു 3 ലെയർ. ഇപ്പൊ കട്ട് ചെയ്യാൻ കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൂളാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം, 3 ലെയറാണ് നമുക്ക് ആക്കാനുള്ളത് അല്ലേ. അപ്പൊ ഏകദേശം എത്ര ഇഞ്ച് എത്ര സൈസിൽ വേണം, 3 ലെയറും ഒരേ അളവിൽ വേണം നമുക്ക് ചെയ്യാൻ. അതല്ലെങ്കിൽ ഈവൻ ആയിട്ടുള്ള ലേയേഴ്സ് ചെയ്യണം നമ്മൾ. ഇങ്ങനെ ഒന്ന് വലുത് ഒന്ന് കട്ടി കൂടുതൽ ഒന്ന് കുറവ് അങ്ങനെ പറ്റില്ല. ശരിക്കും കറക്റ്റ് 3 നോക്കുക. അപ്പൊ ഇതിങ്ങനെ നോക്കുക, ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാല് താഴത്തെ സ്പഞ്ച് കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും, മറ്റേ രണ്ടും അത്ര വരില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ താഴെ കുറച്ച് താഴേക്ക് ആക്കുക. ഈ ഒരു നൂല് എന്നുള്ളത് ഒരു കമ്പിയാണിത് കേട്ടോ. ഈ കമ്പി ഒന്ന് താഴേക്ക് ആക്കുക. കറക്റ്റ് ഉണ്ടാവും. ഈ ഒരു ലെവലിക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 ലെയറും നമുക്ക് ഒരേ ഹൈറ്റിൽ കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതല്ല നമുക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം നിങ്ങൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നൈഫ് വെച്ചിട്ട് എന്ത് ചെയ്യാം ആദ്യം. അപ്പൊ നമുക്ക് ടേൺ ടേബിളിന്റെ പുറത്ത് വെച്ച് കട്ട് ചെയ്യേണ്ടി വരും. ടേൺ ടേബിൾ വെച്ച് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്കി നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് വെച്ചിട്ടും കട്ട് ചെയ്യാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ടില്ല, ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പോഴും. അപ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നൂല് വെച്ചിട്ട് ഇങ്ങനെ ഒരു നൂല് കറക്റ്റ് ലെവലിലേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് 2 നൂലും കൂടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലെയർ ഇത് കട്ട് ചെയ്തത് മാറ്റി വെക്കാം. നെക്സ്റ്റ് ലെയർ
അടുത്ത ലെയർ ഇതുപോലെ കട്ട് ചെയ്യാം. മൂന്ന് ലെയേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. 3 ലെയേഴ്സ് ഏകദേശം ഒരേ ഹൈറ്റിൽ വരുന്നതായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് മുകളിൽ കണ്ട കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് അല്ലെ, ആ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നോർമൽ കേക്കുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ഭാഗം നമുക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. പക്ഷെ ഇത് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കാണ്. റെഡ് വെൽവെറ്റ് കേക്കിന്റെ നമ്മുടെ ഡെക്കറേഷന് വേണ്ടി ഇതിന്റെ ക്രംസ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ അതായത് പോലെ വരും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഭാഗത്ത് നിന്നായിട്ട് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം. അത് നമുക്ക് പൊടിച്ചിട്ട് അതിന്റെ മുകളിൽ സൈഡിലും മുകളിലും ഒക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കുറച്ച് മാത്രം നമുക്ക് ആ ഒരു ഇതിന് മാത്രമുള്ള ആവശ്യം. ഇതുപോലെ ഇതിന്റെ ആ ഒരു ഹൈറ്റ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പുറത്തേക്ക് ആവശ്യം ഇടാനുള്ള ക്രംസ് കിട്ടാൻ വേണ്ടി രണ്ടും ബെനിഫിറ്റ് ആണ് ഇതിന്റെ. അതിങ്ങനെ ചെയ്യണോണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ മാറ്റി വെച്ചത് ചൂടാക്കിയിട്ട് ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ച് എടുത്തിട്ടാണ് നമ്മൾ കേക്കിന്റെ പുറത്ത് ഡെക്കറേഷൻ ചെയ്യുന്നത് കേട്ടോ, റെഡ് വെൽവെറ്റിന്റെ. ഓക്കെ, ഇതൊന്നിങ്ങനെ ജസ്റ്റ് പൊടിച്ചിടുക. എന്നിട്ടൊന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കും. ചൂടാക്കുമ്പോൾ അത് നല്ല ഹാർഡായിട്ട് വരും ഈ കേക്ക്. ആ സമയത്ത് നമുക്കിത് മിക്സിയിൽ ഒന്നൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് പൊടിഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇതാണ് നമ്മുടെ 3 സ്പഞ്ച് ലെയേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിന്റെ വീഡിയോയിൽ ബാക്കിയുള്ളത് കാണാം കേട്ടോ. അപ്പോൾ 3 ലെയേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ളതാണിത് കേട്ടോ. ഇത് നമ്മൾ വെക്കുമ്പോൾ തിരിച്ചിട്ടാണ് വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, കേക്കിന്റെ താഴ്വശമാണത്. അപ്പൊ വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഇതില് ഒന്നുമില്ല, താഴെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് നമ്മൾ ഈ കമ്പിയുടെ അടയാളങ്ങൾ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണമൊന്നുമില്ല. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ബ്ലാക്കിനും റെഡിനൊന്നും അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡ് വെൽവെറ്റ് സ്പഞ്ച് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.